നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, പേരാമ്പ്ര ഗവൺമെൻറ് CKG കോളേജിൽ 2 യൂണിയനുകൾ തമ്മിലുണ്ടായ ചെറിയൊരു തർക്കം. ഒരുപക്ഷെ SFI പിടിച്ച് അടക്കി വെച്ചിരുന്ന കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം KSUവിന് കിട്ടുന്നു. ആഹ്ലാദ പ്രകടനം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ ഈ പറയുന്നോണം CPMൻ്റെ പ്രകടനങ്ങൾ വരുന്നു. അത് UDF ഏറ്റെടുക്കുന്നു, ഹർത്താലാകുന്നു. അങ്ങനെ 2 കോളേജ് യൂണിയനിലെ 2 പാർട്ടി, അതായത് SFI KSU ഉണ്ടായ ഒരു തർക്കം ഒരു വലിയ കേരളത്തിലെ ഒരു വലിയ കലാപത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇത് ആരെന്നൊരു ചോദ്യമുണ്ട്. ചെറിയ സ്റ്റുഡൻസ് തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ പലപ്പോഴും പരിഹരിക്കപ്പെടാവുന്നതാണ്. ക്രമസമാധാന പാലകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിൽ തന്നെ അത് നിൽക്കുന്നതാണ്. പക്ഷേ എവിടെയാണ് ഇവർക്ക് പിഴച്ചത്? ആരാണിത് തെരുവുകളിലേക്ക് വലിയ 2 പാർട്ടികൾ എടുക്കത്തക്ക രീതിയിൽ വലിച്ചഴിച്ചത്? അതിനിടയിൽ ഷാഫി എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇതൊരു കോളേജ് യൂണിയൻ സമരവുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയമല്ല. ഇത് ഷാഫി പറമ്പിലിനെ തെരുവിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് എതിരാളികൾക്ക് കിട്ടിയൊരു സുവർണ അവസരമാണ്. അതിന് ഉള്ളൊരു വേദിയായിരുന്നു കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങളും സംഘർഷങ്ങളും യൂണിയൻ തിരഞ്ഞെടുപ്പും. തുടർന്ന് ഇരുവിഭാഗങ്ങളും പേരാമ്പ്ര നഗരത്തിലിറങ്ങി നടത്തിയ പ്രതിഷേധ സമരങ്ങൾ. ആ സമരത്തിൻ്റെ തുടർച്ചയായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, CPM പഞ്ചായത്ത് പ്രസിഡന്റിന് പരിക്കേറ്റു എന്ന വാദം ഇരുവിഭാഗവും രംഗത്തിറങ്ങുന്നു. അതൊക്കെ സ്വാഭാവികമായ സമരരീതികളും പ്രതിഷേധ സ്വരങ്ങളുമൊക്കെയാണ്. അതിൽ അസ്വാഭാവികതയില്ല. പക്ഷേ ഇന്നലെ UDF പ്രവർത്തകർ നയിച്ച ഒരു പ്രതിഷേധ സമരത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ മുൻഭാഗത്ത് ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യം, മറുവശത്ത് CPM പ്രവർത്തകർ കടന്നു വരുന്നു മുദ്രാവാക്യം വിളികളുമായി. ഇപ്പുറത്ത് UDFൻ്റെ ജാഥ നയിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി ഓടിയെത്തിയത് ജാഥ നയിക്കാനല്ല, അവരെ ശാന്തരാക്കാനാണ്. എന്നാൽ LDFൻ്റെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെ ഷാഫി കുറച്ചൊക്കെ വിശ്വസിച്ചു. LDF ഒരുപക്ഷെ ആക്രമിച്ചേക്കുമെന്ന് ഷാഫിയുടെ മനസ്സിലുണ്ടായിരുന്നു. പോലീസ് സൂപ്രണ്ടിന് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ ഒരു അത്ഭുതം നമുക്ക് കാണാം. അപ്പോൾ കൃത്യമായി പോലീസ് സേനയിലെ ഗുണ്ടകളെ ഈ പണി ഏൽപ്പിച്ചിരുന്നു ചിലർ, ഷാഫിയുടെ ശത്രുക്കൾ. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഷാഫി അങ്ങ് തീർത്തേക്കാൻ രഹസ്യ നിർദ്ദേശം നൽകിയിരിക്കാം. കാരണം ഷാഫിയെ മർദ്ദിച്ച രീതി, ഷാഫിയുടെ മൂക്കിൻ്റെ പാലത്തിൽ അടികിട്ടിയത്. ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞു, 2 പൊട്ടലുണ്ട് മൂക്കിൻ്റെ എല്ലിന് പൊട്ടൽ എന്ന് പറയുമ്പോൾ മധ്യഭാഗത്തിന് മുകളിലാണ് ഈ എല്ല് നിൽക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ കൃത്യമായ മർമ്മമാണ്. അപ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ മാറിയിരുന്നെങ്കിൽ ഷാഫിയുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്നലെ ഷാഫി പറമ്പിൽ കടന്നുപോയത്. മുമ്പൊരിക്കൽ നമ്മൾ കണ്ടിരുന്നു ബേനസർ ഫോട്ടോ, കാറിൻ്റെ ഡോറ് തുറക്കുന്ന പെട്ടെന്ന് ഒരു സ്ഫോടന ശബ്ദം കേട്ട്, പണ്ട് പഴയ ഒരു വിഷയം. അന്ന് കൃത്യമായി ഇവിടെ ആ കാറിൻ്റെ ഡോറ് വന്നടിച്ചാണ് അവരെന്ന് മരണപ്പെടുന്നത്. എത്ര സംഭവങ്ങൾ. അപ്പോൾ വളരെ അപകടകരമായ ഒരു നീക്കമാണ് ഇന്നലെ പോലീസിലെ ചില ക്രിമിനലുകൾ നടത്തിയത്. അത് വെൽ പ്ലാൻഡ് ആയിരുന്നു, ഒരു പ്ലോട്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചൊരു പോലീസ് ലാത്തിചാർജിൽ ഷാഫി കൊല്ലപ്പെട്ടാലും അതിനൊരുപാട് ന്യായീകരണമുണ്ട്. കാരണം കൊല്ലുന്നത് TP ചന്ദ്രശേഖരനെ വെട്ടിയിട്ടതുപോലെ പാർട്ടി ഗുണ്ടകളല്ല, അവിടെ 51 വെട്ടില്ല. ഒരു ലാത്തിയിൽ ഒറ്റയടിക്ക് കാര്യം തീരും. അപ്പോൾ കൃത്യതയോടെ പ്ലാൻ ചെയ്ത ഒരു പ്ലോട്ട്. അതാണ് നമ്മൾ ഏറ്റവും അപകടകരമായ ഈ സംഭവത്തിൻ്റെ ഒരു വശമായി കാണേണ്ടത്. പക്ഷെ അവിടെ ഷാഫി വളരെ വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. AKG സെൻറ്ററിൽ നിന്നല്ല ഈ ക്രിമിനൽ പോലീസുകാർക്ക് ശമ്പളം ലഭിക്കുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ ഇതിന് മറുപടി തരേണ്ടി വരുമെന്നാണ് ഷാഫി പറഞ്ഞത്, ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന മുഖത്തോടെ. പക്ഷേ ചോര ഒലിപ്പിച്ച് നിൽക്കുമ്പോഴും ഷാഫിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമുണ്ടായിരുന്നു. അത് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ദഹിപ്പിക്കുന്ന ഒരു ഭാവമാണ്. ഷാഫിക്ക് വല്ലാത്തൊരു ആരാധക വൃന്ദമുണ്ട്. അത് പാലക്കാട് നമ്മൾ കണ്ടതാണ്. പാലക്കാട് നിന്നുള്ള ആ എരമ്പം വടകരയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് KK ശൈലജയെ തൂത്തെറിയാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ LDFൻ്റെ കോട്ടകൊത്തളങ്ങളെ വിറപ്പിച്ച് കളഞ്ഞു. LDFൻ്റെ ഒരു കോട്ടയും സുരക്ഷിതമല്ല. ഷാഫി പറമ്പിൽ ഒന്ന് തുലഞ്ഞിറങ്ങിയാൽ LDFൻ്റെ ഏത് കോട്ടയും നിലംപൊത്തുമെന്ന പ്രതിധ്വനി വടകരയിൽ ഉയർന്നു, അതിന് ധർമ്മണമാണെങ്കിൽ പോലും. അപ്പോൾ ആ ഭയം വല്ലാതെ CPMനെ വേട്ടയാടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ.
ഇക്കുറി വല്ലാത്തൊരു പരീക്ഷണം CPM നേരിടുന്നത് മധ്യ തിരുവിതാംകൂർ, തെക്കൻ കേരളമാണ് എല്ലാ കാലത്തും CPMനെ തുണച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ CPMന് കഴിഞ്ഞു. അത് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയോടെയാണ്. ഇക്കുറി മലബാറിൽ തങ്ങളുടെ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ CPMൻ്റെ ഭാഗത്ത് കാണുന്നു. അവിടെ മുസ്ലിം ലീഗ് മാത്രമല്ല, സമസ്ത ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും UDFിലേക്ക്, മുസ്ലിം ലീഗിലേക്ക് ചായ്വ് പ്രകടമാക്കുന്നു. അത് മുൻപൊന്നും ഇത്തരമൊരു രാഷ്ട്രീയ ചായ്വ് നമ്മൾ മലബാറിൽ, വടക്കൻ മലബാറിൽ കണ്ടിരുന്നില്ല. മറ്റൊന്ന് അതെടുത്തു പറയേണ്ടതാണ്, കാന്തപുരം പോലും പിണറായിയുടെ ഏറ്റവും വലിയ ഭക്തനും ആരാധകനും പിണറായിയുടെ കണ്ണടച്ച് പിണറായി എല്ലാ കാലത്തും പിന്തുണച്ച ആളുമാണ് കാന്തപുരം അബൂബക്കർ. പക്ഷെ കാന്തപുരം പോലും ഇപ്പോൾ പിണറായിയെ തള്ളിപ്പറയുന്നു. അവരൊക്കെ പ്രകടമായി UDF ചായ്വ് കാട്ടുന്നു. നിലമ്പൂരിൽ PV അൻവർ തുടങ്ങി വെച്ച ആ വിപ്ലവത്തിൻ്റെ പിന്നാലെ UDFിലേക്കാണ് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒഴുക്ക്. അപ്പോൾ ഇവിടെയാണ് ഷാഫി ആദ്യം ഒരു കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടിലൂടെ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ അറിയാം, ഷാഫി കാക്ക എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. ഇത്ര മാരകമായ ലാത്തി വെച്ചുള്ള പ്രഹരമേൽപ്പിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ വൈകുന്നേരം മുതൽ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഒരു മാരകമായ ആക്രമണം നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്നു. ഇത് ഷാഫി പറമ്പിൽ കയ്യിൽ തോർത്ത് കരുതിയതിനുള്ളിൽ ഒരു മഷിക്കുപ്പി, ചുവന്ന മഷിക്കുപ്പി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മഷി പടർത്തി മൂക്കിലേക്ക് പിടിക്കുകയായിരുന്നു. വെറും ഷോയാണ്. ഷാഫി അല്ലെങ്കിലും പട്ടി ഷോയുടെ ആളാണ്. അപ്പോൾ ഷാഫിയെ ഭയക്കുന്നത് കൊണ്ടാണ് ഈ പട്ടി ഷോ കഥ ഇറക്കുന്നത്, ഈ മഷിക്കുപ്പി കഥ ഇറക്കുന്നത്. അപ്പോൾ ഷാഫിയെ വല്ലാണ്ട് ഭയക്കുകയാണ് CPMും ഇടതുപക്ഷവും ഒക്കെ. മഷിക്കുപ്പി ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കോഴിക്കോട് ഡോക്ടർമാർ ഷാഫിയുടെ മൂക്ക് കീറി 2 എല്ല് ഇപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ച് താൽക്കാലികമായി ഒരു സ്ക്രൂ വെച്ച് ടൈറ്റൻ ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്തിനാണ് മൂക്കിൽ ഓപ്പറേഷൻ നടത്തി ഇത് ചെയ്തത്? അങ്ങനെയാണ് ഡോക്ടർമാർ തട്ടിപ്പാണ് നടത്തിയത്. മൂക്കിൽ നിന്ന് ഒഴുകിയ രക്തം തന്നെയാണ്. മൂക്കിന് നേർക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും ഇന്ന് പുറത്തുവിട്ടു. അപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് കേരളം കാണുന്നത്. നരനായാട്ട് പോലീസിൻ്റെ. നരനായാട്ട് എന്ന് മുമ്പൊക്കെ നമ്മൾ പറയുന്നത് ലാത്തി കൊണ്ടുള്ള ഭീകരമർദ്ദനം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെ പോലീസിലെ ചില ക്രിമിനലുകൾ ഏറ്റെടുത്ത ഒരു ഗുണ്ട ജോലിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇവിടെ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ, ഇന്നലെ നമ്മൾ കോഴിക്കോട് കണ്ടു, സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൻ്റെ പല ഭാഗത്തും അണപൊട്ടി ഒഴുകുന്ന പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. അത് ഇന്ന് മാധ്യമപ്രവർത്തകരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടിരുന്നു. അദ്ദേഹവും വളരെ വികാരമായിട്ടാണ് പറഞ്ഞിരുന്നത്. കാരണം ശ്രീ വിജയൻ എന്നാണ് സംബോധന ചെയ്തത്, മുഖ്യമന്ത്രി വിജയൻ എന്നാണ്. അപ്പോൾ അത്രയേറെ ഒരു നേരത്തെ മുഖ്യമന്ത്രിയോടുള്ള ഒരു ദേഷ്യമാണ് അവിടെ പ്രകടമാകുന്നത്. ഷഫി പറമ്പിൽ പോലുള്ള ഒരു MBA ആരാണ് ഇത്തരത്തിലുള്ള, അതേപോലെ തന്നെ റൂറൽ SP ബൈജു CPMൻ്റെ ഗുണ്ട എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അത്രയേറെ ഭയങ്കരമായിട്ട് ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, UDF പ്രവർത്തകരെല്ലാം തന്നെ, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ, KC വേണുഗോപാൽ ഉൾപ്പെടെ പല അവരുടെ ഇന്നത്തെ പല പദ്ധതികളും നിർത്തിവെച്ച് ഇതിലേക്ക് മാത്രം, ഈ ഒരു പ്രതിഷേധത്തിലേക്ക് മാത്രം അവർ പോയിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ളൊരു കലാപം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് വേണ്ടേ കരുതാൻ. ഈ ഷാഫി പറമ്പിൽ കഴിഞ്ഞ കുറച്ചു കാലമായി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേറെ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ മുമ്പൊരിക്കൽ കണ്ടിരുന്നു, വടകര നഗരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ CPM പ്രവർത്തകർ അറ്റാക്ക് ചെയ്യാനായി ഓടിക്കൂടിയതും അന്ന് ഷാഫിയുടെ ഒരു പ്രകടനവുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ സ്വർണ്ണപ്പാളി വിഷയം ഉയർന്നു വന്ന അന്ന് മുതൽ കോൺഗ്രസ് നേതാക്കളായ VD സതീശനും മറ്റ് ചില നേതാക്കളുമൊക്കെ കളന്നിറയുന്നു. അപ്പോൾ ഇതിനിടയിൽ ഷാഫിയുടെ പ്രഭാവം ഇത്തിരി മങ്ങിയോ എന്ന് കോൺഗ്രസിൻ്റെ ഷാഫി ആരാധകർക്ക് പോലും ഒരു സംശയം ഉണ്ടായ കാലഘട്ടത്തിലൂടെ കടന്നു വന്നത്. അതിനിടയിലാണ് പിണറായി വിജയൻ്റെ പോലീസ് കാട്ടിക്കൂട്ടി ഈ മണ്ടത്തരത്തിൽ ഇപ്പോൾ ഷാഫി വീണ്ടും ഹീറോ ആകുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഷാഫിക്ക് വലിയ ജൈവിളികൾ നമുക്ക് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു നല്ല സ്പേസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. മൂക്കടിച്ച് തകർക്കുക അത്ര നിസ്സാര കാര്യമല്ല. കാരണം ഈ പോലീസിന് വ്യക്തമായി ഷാഫി പറമ്പിലിനെ അറിയാം. നമുക്കൊരു പുതിയ MP അല്ലെങ്കിൽ വലിയ പരിചയം പോലീസിനൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ആൾക്കൂട്ടത്തിന് ഇടയിലാണെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ ഒരു നേതാവായി നിൽക്കുന്ന MBയെ
ഒരു പാർലമെന്റ് അംഗത്തെ തിരിച്ചറിയാൻ പോലീസിന് കഴിയും. ഇനി MP അല്ല, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതിന്റെ പാർലമെന്റ് അംഗം എന്ന് പറയുമ്പം ഒരുപക്ഷെ MLA-ക്കാളേറെ ഒരുപക്ഷെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് പറയണത്. എന്ത് ലാഘവത്തോടെയാണ് ഒരുപക്ഷെ CPM ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. ഷാഫി ഒരു ചെറിയ പ്രവർത്തകനോ ചെറിയ നേതാവോ അല്ല, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ വലിയ ഔദ്യോഗിക ഉത്തരവാദിത്വം കൈയാളുന്നയാളാണ്. MLA ആയി തുടർന്നിരുന്നുവെങ്കിൽ അടുത്ത തവണ മന്ത്രിയാകേണ്ട ആളാണ്. ഇപ്പോൾ MP ആയി ഡൽഹിയിലെത്തി, അത് ശരി. പക്ഷേ ഇതിലപ്പുറം ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, അതുകൂടി നമ്മൾ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ചില പ്രേംലാലിനെ പോലുള്ള ആളുകളുടെ ഫേസ്ബുക്ക് കുറിപ്പെടുത്ത് വായിക്കുക. ഞങ്ങളൊക്കെ പേരാമ്പ്രക്കാരുടെ വികാരമറിയുന്നവരാണ്, പേരാമ്പ്രക്കാരാണ്. പേരാമ്പ്രക്കാർ സാധാരണ ഇങ്ങനെ അടി കിട്ടുമ്പോൾ കരയാറില്ല, അടി കിട്ടുമ്പോൾ മഷികുപ്പി വെച്ച് മൂക്ക് തുടയ്ക്കാറില്ല, അടി കിട്ടുമ്പോൾ ഞങ്ങൾ തേങ്ങിക്കറിയാറില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപിക്കലുകൾ, അത് അതിരുവിട്ട ആക്ഷേപമാണ് ഇപ്പോൾ ഷാഫിക്ക് നേരെ നടക്കുന്നത്. കാരണം ഷാഫിക്ക് വലിയൊരു സഹാനുഭൂതി ഇപ്പോൾ കേരളത്തിൽ വളർന്നു കത്തുന്നു എന്ന് മനസ്സിലാക്കിയ CPM സൈബർ സഖാക്കൾ ആട്ടപ്പടലം വരണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവർ ഇത്തരം മ്ലേച്ഛമായ കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഇടക്കാലത്ത് നമ്മൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായി നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ ചില യുവതാരങ്ങളെ കണ്ടു. ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ, റോജി M. ജോൺ തുടങ്ങിയ ഒരു പിടി യുവതാരങ്ങളെ. ആ യുവതാരങ്ങളുടെ ഒരു വല്ലാത്ത ഒരു ഉന്മേഷം അത് കോൺഗ്രസിനെ ഏറെ ഉയരത്തിലേക്ക് കൈപിടിച്ചുയർത്തി. പിന്നീട് കോൺഗ്രസിൻ്റെ പല പ്രകടനങ്ങളിലും പ്രതിഷേധ സമരങ്ങളിലുമൊക്കെ ഈ യുവരക്തം തിളയ്ക്കുന്നത് കണ്ടു. CPM-നില്ലാത്തത് എന്തോ ഒന്ന് കോൺഗ്രസിൽ ആളിക്കത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യുവത്വത്തിന് നേർക്ക് കടന്നാക്രമണം നടത്തണമെന്ന ഒരു അജണ്ട ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പടർന്ന് കയറിയ മ്ലേച്ഛ കഥകൾക്ക് പിന്നിൽ ഈ ഒരു അജണ്ടയുണ്ട്. രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പോലും തെളിയിക്കാൻ ഈ സംവിധാനങ്ങൾക്കോ ഈ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് രാഹുലിനെ ഏറ്റവും മ്ലേച്ഛതയാർന്ന കഥകൾ പറഞ്ഞ് അപമാനിച്ച് പാതാളക്കുഴിയിൽ തള്ളിയിട്ടത്. പിന്നീട് അവരുടെ അജണ്ട വ്യക്തമായിരുന്നു. ഷാഫി പറമ്പിൽ നമ്മൾ കേട്ടു ബാംഗ്ലൂർ കഥയൊക്കെ. ബംഗളൂരുവിലേക്ക് ഷാഫി സുന്ദരികളെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത് നിസ്സാരക്കാരനല്ലൊരു പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. അവിടെ ഷാഫി പ്രതികരിച്ചപ്പോൾ പെട്ടെന്ന് നിസ്സംഗരായിപ്പോയി പാർട്ടി നേതാക്കൾ. അവർക്കാർക്കും ഉത്തരവില്ല, ഉത്തരം മുട്ടിപ്പോയി. ഒരു കേസ് കൊടുത്തിട്ട് ആ കേസിന് പിന്നാലെ നടക്കാൻ അവർക്ക് ത്രാണിയില്ല. അപ്പോൾ ഷാഫി വീണ്ടും തങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും പിന്നീട് സജീവ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വളർന്ന ഷാഫി നാളുകളിൽ വലിയ ഒരു വെല്ലുവിളിയായിരിക്കുമെന്ന് CPM മനസ്സിലാക്കി. അതുകൊണ്ട് അടിച്ചൊതുക്കുക. അത് ഷാഫിയുടെ നേർക്കുള്ള വ്യക്തിപരമായ ആക്രമണമാണ്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ 3 അജണ്ടകളുണ്ട് CPM-നും സംസ്ഥാന സർക്കാരിനും. ഒന്ന്, ഷാഫി പറമ്പിലിനോടുള്ള വ്യക്തിപരമായ ഭയം. അത് ഷാഫി അടിച്ച് തീർക്കുക. അതുതന്നെയാണ് ഷാഫി എന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ജീവിക്കേണ്ടി വരും കേരളത്തിൽ. കാരണം ശത്രു CPM-ആണ്. രണ്ടാമത്, ഇന്നലെ നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയിലേക്ക് വളർന്ന ചില സംഭവങ്ങൾ കേട്ടു. കുറേ കാലം നമ്മൾ കേരളം ചർച്ച ചെയ്ത് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ്. അതും ശബരിമല ശ്രീകോവിലിൽ ശബരിമല ശാസ്താവിൻ്റെ ആ ഏറ്റവും വിശിഷ്ട ഇടത്തിൽ നിന്നും കൊള്ളയടിച്ച കഥകൾ. അതിന് ആ കൊള്ളയ്ക്ക് ചില ഭാവാന്തരങ്ങൾ ഇന്നലെ വന്നു. ഒന്ന്, ആ കൊള്ള ആസൂത്രിതമായിരുന്നു. കാരണം ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ശബരിമല ശാസ്താവിൻ്റെ കട്ടിളയും വാതിൽപ്പടികളുമൊക്കെ പൊളിച്ചെടുക്കുന്നു. ഇത് കൊണ്ടുപോയി ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉരുക്കിയെടുത്ത് സ്വർണം വേർതിരിച്ച് കട്ടിയാക്കി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കട്ടി സ്വർണ്ണമൊക്കെ പല സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു വന്നതാണ്. ഈ കഥ നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പക്ഷേ കട്ടിളയും വാതിൽപ്പടിയും ആദ്യം ഇളക്കിയോ എന്ന കാര്യം നമ്മൾ സംശയിക്കണം. ഇത് സക്സസ് ആയതിന് തൊട്ടു പിന്നാലെ കട്ടിളയും വാതിൽപ്പടിയും ഒക്കെ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ആദ്യം ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അതിൽ രേഖപ്പെടുത്തിയിരുന്നത് സ്വർണം പൊതിഞ്ഞ കട്ടിളയും വാതിൽപ്പടിയും എന്നാണ്. എന്നാൽ ഈ മഹസർ, ഈ രേഖ പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലെത്തിയപ്പോൾ അവർ അതിന് ഒരു തിരുത്ത് വരുത്തി, ചെമ്പ് പൊതിഞ്ഞ എന്നാക്കി. ഈ ദേവസ്വം ബോർഡ് രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ഇടപെടലുണ്ട്.
അപ്പോൾ അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ പത്മകുമാറാണ്. പിന്നീട് യോഗതണ്ടും രുദ്രാക്ഷമൊക്കെ മകനെ ഏൽപ്പിച്ച് റിപ്പയർ ചെയ്ത കഥ നമ്മൾ ഇന്നലെ കേട്ടു. അപ്പോൾ പോറ്റി എന്നൊരു കഥാപാത്രത്തിൽ നിന്നും മുരാരി ബാബുവിലെത്തി വീണ്ടും ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും കയറിയ ദിവസം ഇന്നലെ. അപ്പോൾ ആ കട്ടിളയിലും വാതിൽപ്പടിയിലും കാര്യങ്ങൾ തീരില്ല, അതിലപ്പുറം ചെമ്പുപാളി, അതിലപ്പുറം നിരവധി വസ്തുക്കൾ, ഇതെല്ലാം ആസൂത്രിതമായി ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചതിന് പിന്നിൽ സമ്പത്ത് അതൊരു മുഖ്യ ലക്ഷ്യമാണ്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കും. കാരണം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമൂല്യ വസ്തുക്കളൊക്കെ അവിടെ നിന്ന് കടത്തുക, ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ ശബരിമല അയ്യപ്പനെ പോലും കടത്തി ഒരു വ്യാജ പ്രതിഷ്ഠ അവിടെ വെച്ചേനെ. ഇതിനെതിരെ അതിശക്തമായ ജനരോഷം ഇന്നലെ മുതൽ പടരാൻ തുടങ്ങി കേരളത്തിൻ്റെ പല ഭാഗത്തും. അപ്പോൾ തങ്ങൾക്കെതിരെ ആരെങ്കിലും സമരം നടത്തിയാൽ അവരെ അടിച്ചില്ലാതാക്കും എന്നൊരു സന്ദേശം കേരളത്തിൽ കൊടുത്ത് ഒരു ഭീതി സൃഷ്ടിക്കണം ഭരണകൂടത്തിന്. 1. 2, ശബരിമല വിഷയത്തിൽ നിന്നും മറ്റൊരു പോലീസ് അതിക്രമത്തിൻ്റെ വിഷയത്തിലേക്ക്. ഇപ്പം ഷാഫി പറമ്പിൽ കൊല്ലപ്പെട്ടിരുന്നു എങ്കിൽ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ അത് ചർച്ച ചെയ്തത്. അപ്പോൾ ശബരിമല വിഷയം മുങ്ങിപ്പോയതിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഈ ശബരിമല വിവാദം ഇത്രയധികം കത്തിയാളുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു വലിയ ദുഃഖം ഉരുണ്ടുകൂടുന്നൊരു സംഭവം ഉണ്ടായേക്കുമെന്ന്. കാരണം ഈ മുഖ്യ വിവാദത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ ഒരുപക്ഷെ ചിലർ ആസൂത്രണം ചെയ്യുന്ന കൊടും ക്രൂരതകളുണ്ട്, അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 1, ഷാഫിയോടുള്ള വ്യക്തിവിരോധം CPMൻ്റെ, 2, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ. ഇത് രണ്ടും ഈ ആക്രമണത്തിന് പിന്നിലുണ്ട്. 3, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തിരികെ വരുന്നു, കൂടുതൽ ഒരു ഇമേജിൽ കത്തിക്കാളുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഷാഫിയും പല വേദികളിലേക്ക് ഇരച്ചു കയറുന്നു, പ്രതിഷേധ സമരങ്ങളിൽ ശക്തമാകുന്നു. അപ്പോൾ കോൺഗ്രസിലെ യുവനിരയെ ഒന്ന് നിരപ്പാക്കാനുള്ളൊരു അജണ്ട കൂടിയുണ്ട് ഇവർക്ക്. അപ്പോൾ ഈ 3 കാരണങ്ങൾ ഒത്തുകൂടുന്നു. വടക്കൻ മലബാറിൽ ആരെങ്കിലും തല ഉയർത്തി തങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധ സമരത്തിന് ഒരുങ്ങിയാൽ ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പാർട്ടി ഗുണ്ടകൾ അവരെ അടിച്ച് തീർക്കും എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക. ഇതായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അതിന് ഉപയോഗിക്കപ്പെട്ടത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് സേനയെ. പോലീസിലെ ക്രിമിനലുകൾ, പാർട്ടി ഗുണ്ടകൾ ഇപ്പോഴും വളരെ ശക്തരാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഒരു നിസ്സാരക്കാരനല്ല അവർ അടിച്ചിരിക്കുന്നത്. നിസ്സാരക്കാരെയോ സാധാരണക്കാരെയോ ഒക്കെ അതിക്രൂരമായി പലപ്പോഴും ആക്രമിക്കാറുള്ള പോലീസ് ഒരു MP-യെ, അതും ദീർഘകാല MLA ആയ കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റാണ് ഇവിടെ ആക്രമിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം അതുകൊണ്ടാണ് തെരുവിലേക്ക് ഇന്നലെ പന്തംകൊളുത്തി പ്രകടനങ്ങളുമായി ചാടിയിറങ്ങി ഇന്ന് തെരുവിലേക്ക് പ്രതിഷേധ സമരജ്വാലയുമായി എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതായാലും യൂത്ത് കോൺഗ്രസ് ഉണർന്നെഴുന്നേറ്റു. ഒപ്പം MP-ക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പോലീസിൻ്റെ ലാത്തി ചാർജ് ഒട്ടും നമുക്ക് ചേരുന്ന ഒരു പ്രവണത. അതായത് ഇപ്പോൾ നാളെ ഒരു സമയത്ത് UDF കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും തിരിച്ച് CPM-ലെ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള MLA MP-മാർക്കെതിരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളേറെ ഒരു പ്രതിഷേധം നമുക്ക് കണ്ടു. ഇന്ന് ശിവൻകുട്ടി പറഞ്ഞത് എനിക്കും കുറേ ലാത്തി ചാർജൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളത്, ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന്. അവരുടെയൊക്കെ മുന്നിൽ നിരവധി ഇത്തരത്തിലുള്ള രക്തസാക്ഷികളുണ്ടായിരുന്നു. പുഷ്പൻ ഉൾപ്പെടെയുള്ള നിരവധി രക്തസാക്ഷികൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. പുഷ്പന്റെ കഥയൊക്കെ കേരളത്തിന് അറിയാം. കൂത്തുപറമ്പ് വെടിവയ്പ്, അത് പോലീസിനെ കൊല്ലാൻ അങ്ങോട്ട് ഒരു മോബ് ഇറങ്ങി പുറപ്പെടുകയാണ് MP രാഘവൻ്റെ ആ കാലഘട്ടത്തിൽ. കൊലയ്ക്ക് കൊടുക്കാൻ കുറച്ച് ആളുകളെ കൊണ്ടുപോയി മുൻപന്തിയിൽ നിർത്തിയ CPM-ൻ്റെ കഥയാണ്. ഈ പഴയ കാലമല്ല ഇപ്പോൾ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ക്യാമറയുണ്ട്. നമുക്ക് ചുറ്റും ക്യാമറ കണ്ണുകളുണ്ട്, CCTV ഉൾപ്പെടെ. ഇവിടെ ഒന്നും ഒളിക്കാൻ കഴിയില്ല, ഒന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. ഇന്നലെ സൈബർ ഇടങ്ങളിൽ ഷാഫിക്കെതിരെ മഷിക്കുപ്പിയാണ് ഇത് കൊണ്ടുവന്നത്, തുവാലയ്ക്ക് അകത്ത് ഒരാൾ മഷി ഒഴിച്ചു കൊടുത്തു എന്ന് വരെ കണ്ടോ. ആ തുവാലയ്ക്കിടയിൽ മഷി ഒഴിച്ചു കൊടുത്തു, ഇത് നേരത്തെ ഇല്ലായിരുന്നല്ലോ, ഇപ്പം ഇവൻ്റെ മൂക്ക് എങ്ങനെ ഇങ്ങനെ വന്നു എന്നൊക്കെയുള്ള നിരവധി സൈബർ ആക്രമണങ്ങൾ ഷാഫിക്കെതിരെ ഇന്നലെ ഉണ്ടായപ്പോഴാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ക്ലിപ്പിംഗ് പുറത്തു വിട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ശിവൻകുട്ടി പറയുന്നത്, മിനിസ്റ്റർ പറയുന്നത് എനിക്ക് ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ സ്വാഭാവികം എന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾക്കും ഇത്തരത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തുണ്ടാകുമ്പോൾ ഇതേപോലുള്ള ഇന്നിപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ ഉൾപ്പെടെ തെളിവ് സഹിത റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ നാളെ ഇത്തരത്തിലുണ്ടാകുമ്പോൾ ഇതെടുത്ത് അങ്ങ് ഇട്ടുകൊടുത്താൽ. പിണറായി വിജയന് ഒരു കഷ്ടകാലം തുടങ്ങി. കാരണം മകനെതിരെ അയ്യപ്പ വിഗ്രഹത്തെ തൊട്ട ആ സെക്കൻഡ് മുതൽ ഈ സർക്കാരിൻ്റെ അധോഗതിയായി ഇപ്പോൾ കാണുന്നത്. ഒന്നൊന്നായിട്ട് ഓരോരോ വിഷയങ്ങൾ. ഇപ്പോൾ പോലീസിൻ്റെ നരനായാട്ട്, ശബരിമല കൊള്ള,
മകൻ്റെ വിവാദം എന്തു വേണ്ട ആകെ അല്ല, ഒരു ഏകാധിപത്യ ഭരണരീതി എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഇപ്പം കേരളം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ഇത്. പക്ഷേ ഈ ഒരു വികാരം എന്നിട്ടും പുകമറയായിട്ട് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് നല്ല ഇതാണ് എന്ന് പറയുന്ന ഇവരുടെ ഒരു മനോഭാവമാണ് ശരിക്കും. ഇതിനൊക്കെ പ്രതിപക്ഷം ഉപയോഗിക്കട്ടെ. പണ്ട് നമ്മുടെ PS ശ്രീധരൻപിള്ളി എന്ന BJP നേതാവ് പറഞ്ഞ ശബരിമല വിശ്വാസ സമരത്തിൻ്റെ കാര്യത്തിൽ ഇത് BJPക്ക് ഒരു സുവർണ അവസരമാണെന്ന്. അതിനേക്കാളൊക്കെ വലിയ സുവർണ അവസരമാണ് ഇപ്പോൾ അയ്യപ്പൻ തീർച്ചയായിട്ടും താലത്തിൽ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. അത് അവർ സമരാഗ്നി കത്തിച്ച് തീർച്ചയായിട്ടും ഇപ്പൊ ഷാഫിയുടെ വിഷയമാണെങ്കിലും ഈ ഒരു ശബരിമല വിഷയമാണെങ്കിലും പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് കിട്ടിയ ഒരു ആയുധം തന്നെയാണ്. അത് വേണ്ടുന്ന രീതി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് സാധിക്കട്ടെ. ഒപ്പം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നല്ലതാണ്, പ്രകടനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലീസുകാരെ ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.